ഉറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ. അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. അലർജിയുടെ ഭാഗമായിട്ട് അധിക ആളുകൾക്കുമുള്ള ബുദ്ധിമുട്ടാണ് മൂക്കടപ്പ്, അതുപോലെ തന്നെ തൊണ്ടയിലേക്ക് എപ്പോഴും മൂക്കിൽ നിന്ന് കഫം ഇറങ്ങുക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. അതിന്റെ ഭാഗമായിട്ട് ശ്വസിക്കാൻ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് തല ഉയർത്തി കിടക്കുക എന്നുള്ളതാണ്. എക്സ്ട്രാ ഒരു തലയണ വെക്കുകയോ വെഡ്ജ് പില്ലോ ഉണ്ട്, വെഡ്ജ് പില്ലോ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. തലഭാഗം ഉയർത്തി വെക്കുന്നതിലൂടെ മൂക്കിൽ നിന്ന് വായിലേക്ക് കഫം ഇറങ്ങുന്നതും മൂക്കടപ്പും നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ഇടതുവശത്ത് ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് അലർജിയുടെ ഭാഗമായിട്ട് തന്നെ ആസിഡ് റിഫ്ലക്സ്, ചെറുതായിട്ട് പുളിച്ച് തേട്ടല്, നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുമ്പോൾ അതും ഈ ചെറിയ രീതിയിൽ അലർജിയുടെ അതുപോലെ തന്നെയുള്ള തൊണ്ട ചൊറിച്ചിലും അതുപോലെ തന്നെ കഫം ഉണ്ടാവാനും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാവാനും കാരണമാവാറുണ്ട്. ഇടതുവശത്ത് ചെരിഞ്ഞ് കിടക്കുന്നതിലൂടെ അത് നല്ല രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. കിടക്കാൻ പാടില്ലാത്ത പൊസിഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമഴ്ന്ന് കിടക്കാൻ പാടില്ല, അതുപോലെ തന്നെ തല താഴ്ത്തിയിട്ട് പില്ലോ വെക്കാതെ കിടക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കഫം വായിലേക്ക് ഇറങ്ങാനൊക്കെ കൂടുതൽ കാരണമാവാറുണ്ട്. അലർജി കൂടുതലുള്ള ആളുകൾ വലതുവശത്ത് ചെരിഞ്ഞ് കിടക്കുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നതിലൂടെ തൊണ്ടയിൽ കഫം കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്നതും അതുവഴിയുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതശൈലിയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി നോക്കൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇങ്ങനെ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്തു.